പ്രഭാതവന്ദനം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും, ആകാശത്തിലെ എല്ലാ പറവകൾക്കും, സകല ഭൂചരങ്ങൾക്കും, സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂചര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. യുഗാന്തര വേദശാസ്ത്രമനുസരിച്ച് ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ഇടപാടുകൾ ഓരോരോ യുഗങ്ങളായി തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് എന്നുള്ള കാര്യം മുന്നമേ സൂചിപ്പിച്ചിരുന്നു. പ്രളയത്തോടുകൂടി മനസാക്ഷി യുഗം അവസാനിക്കുകയും മനുഷ്യ ഭരണയുഗം ആരംഭിക്കുകയും ചെയ്യുന്നു. ഹ്യൂമൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഏജ് ഓഫ് ഹ്യൂമൻ ഗവൺമെൻറ് എന്ന് പറയും. അപ്പോൾ പുതിയ ഒരു യുഗത്തിന് ആരംഭം കുറിക്കുകയാണ് പ്രളയത്തിന് ശേഷമുള്ള ഈ വാക്കുകളോടുകൂടി. ആദമിനും അവയ്ക്കും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കുക, ഭൂമിയിൽ നിറയുക എന്നൊക്കെയുള്ള ആ അനുഗ്രഹങ്ങൾ, ഉൽപ്പത്തി 1:28 നമ്മൾ കാണുന്ന ആ അനുഗ്രഹങ്ങൾ ഇവിടെ വീണ്ടും നോഹയ്ക്കും നോഹയുടെ സന്തതികൾക്കും ദൈവം നൽകുകയാണ്. അവിടെ കീഴടക്കുവാനായിട്ട് ദൈവം ആദമിനോട് പറഞ്ഞപ്പോൾ സകല ജീവജാലങ്ങളും ആദമിന് കീഴടങ്ങും എന്നുള്ള ഒരു ധ്വനിയും അവിടെ ഉണ്ട്. എന്നാൽ ആ കീഴടങ്ങൽ ഭയത്തിൻ്റെ ഒരു കീഴടങ്ങലായിരുന്നില്ല, നടുക്കത്തിൻ്റെ ഒരു കീഴടങ്ങലായിരുന്നില്ല എന്ന് നമുക്കറിയാം. വളരെ സൗഹൃദപരമായ ഒരു അഡ്മിനിസ്ട്രേഷനാണ് ആദം നടത്തിയിരുന്നത്. പക്ഷേ പ്രളയത്തിന് ശേഷം സംഗതികൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരുന്നു. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, സകല മൃഗങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും നിങ്ങളെക്കുറിച്ചുള്ള പേടിയും നടുക്കവും ഉണ്ടാകുമെന്നാണ്. സകല ജീവജാലങ്ങൾക്കും മനുഷ്യനെ ഭയപ്പെടുന്ന ഒരവസ്ഥ, സകല ജീവജാലങ്ങളും മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സംഗതികൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ, അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വഷളായി പോയി. മനുഷ്യനോട് സൗഹൃദപരമായിട്ട് നീങ്ങിയിരുന്ന മൃഗങ്ങളും പ്രകൃതിയുമൊക്കെ മനുഷ്യന് എതിരെ തിരിയുന്ന, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. എന്തുകൊണ്ടായിരിക്കാം ഈ മൃഗങ്ങൾക്കുമൊക്കെ മനുഷ്യനെ ഭയമായി തീർന്നത്? മനുഷ്യനെ കാണുമ്പോൾ തന്നെ അവർക്ക് നടുക്കമുണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചാൽ, അതിന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് അതിനൊരു ബന്ധമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാവുന്നതാണ്. ദൈവം മനുഷ്യൻ്റെ ഡയറ്റിന് ഒരു വ്യത്യാസം വരുത്തുകയാണ്. മനുഷ്യൻ്റെ ഭക്ഷണ രീതികൾക്കൊരു വ്യത്യാസം വരുത്തുകയാണ്. ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് തിന്നാനായിട്ട് അനുവദിച്ചിരുന്നത് പഴവർഗ്ഗങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ ആദ്യമേ ഒരു ഫ്രൂട്ടേറിയൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നീട് പാപത്തിന് ശേഷം പച്ച സസ്യമൊക്കെയും ആഹാരമായി തന്നിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ പഴങ്ങളുടെ കൂട്ടത്തിൽ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് തുടങ്ങി, വെജിറ്റേറിയനായിട്ട് മാറി. എന്നാൽ പ്രളയത്തിന് ശേഷം മനുഷ്യന് ഈ സസ്യങ്ങൾ മാത്രമല്ല, മൃഗങ്ങളെയും അവൻ ആഹാരമായിട്ട് കൊന്ന് കഴിക്കാനായിട്ടുള്ള അനുവാദം ദൈവം നൽകുകയാണ്. അങ്ങനെ മനുഷ്യനൊരു ഓംനിവറസ് ജീവിയായിട്ട് മാറി, സകലതും തിന്നുന്ന, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ കഴിക്കുന്ന ഒരു ജീവിയായിട്ട്, ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നു, മനുഷ്യൻ്റെ ചരിത്രത്തിൽ വരുന്നു. ഈ മാറ്റത്തിൻ്റെ കാരണം എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ മാംസം കഴിക്കാനായിട്ട് അനുവദിച്ചത്, മറ്റ് ജന്തുക്കളെ കൊന്ന് ഭക്ഷിക്കാനായിട്ട് അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ലോജിക്കലി നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു നിഗമനം, മാറിയ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനായിട്ട് മനുഷ്യന് കൂടുതൽ പ്രോട്ടീനുള്ള ആഹാരം ആവശ്യമാണ്. ഇതിനു മുന്നമേ ഒരു എയർ കണ്ടീഷൻ അവസ്ഥയായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ പ്രളയത്തോടുകൂടി ആ അന്തരീക്ഷത്തിനൊക്കെ വലിയ മാറ്റം വന്നു. കൂടുതൽ കായികക്ഷമത ആവശ്യമുള്ള ഒരു നിലയിലേക്ക് ഈ ഭൂമി പരിണമിക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ വേല ചെയ്യുവാനും ഇവിടെ സർവൈവ് ചെയ്യുവാനും മനുഷ്യന് കൂടുതൽ കരുത്തുള്ള ഒരു ശരീരം ആവശ്യമാണ്. ആ കരുത്തിന് വേണ്ടിയായിരിക്കാം ദൈവം
ഈ മാംസാഹാരം കഴിക്കാനായിട്ടുള്ള അനുവാദം മനുഷ്യന് കൊടുക്കുന്നത്, മനുഷ്യൻ്റെ ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം സകല മൃഗങ്ങൾക്കും മനുഷ്യനെ ഭയമായി തീരുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ആവശ്യം പോലെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഈ മൃഗങ്ങളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് കാണുകയൊക്കെ ചെയ്യുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യനോടൊരു ഭയമുണ്ടാകുക എന്നത് വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതായിരിക്കാം ദൈവം ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് നമുക്ക് മൃഗങ്ങളെ കൊല്ലുന്നതിനൊക്കെ ഒത്തിരി പരിധികളുണ്ട്. നിയമം മൂലം അതിനെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ ഒക്കെ സംരക്ഷിക്കേണ്ടത് ഈ പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ സൂക്ഷിക്കുന്നതിന് ആവശ്യമാണ്. പക്ഷേ മനുഷ്യന് അവയെ കൊന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യം നിഷേധിക്കുന്നത് അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴി തെളിക്കുമെന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർക്കണം. ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനായിട്ട് പ്രകൃതിക്ക് പ്രകൃതിയുടേതായ രീതികളുണ്ട്. ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് ഒരു മൃഗങ്ങളെയും കൊല്ലുവാനായിട്ട് അനുവാദമില്ല എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് മനുഷ്യനെ ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയും മനുഷ്യൻ്റെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ മുന്നമേ വന്യമൃഗങ്ങളുടെ ഉപദ്രവമില്ലാതെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ന് മനുഷ്യർക്ക് കൃഷി ചെയ്യുന്നത് വളരെ ദുർഘടമായിരിക്കുകയാണ്. കാരണം ആനയും അതുപോലെയുള്ള മറ്റ് വന്യമൃഗങ്ങളുമൊക്കെ മനുഷ്യനെ ഭയമില്ലാതെ ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഈ ഒരു അനുവാദത്തിനെതിരായിട്ടുള്ള ക്രമീകരണമല്ലേ മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കാനായിട്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ് കൂടുതൽ മാന്യന്മാരെന്നാണ്. വെജിറ്റേറിയൻ കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും മാംസ ആഹാരങ്ങൾ കഴിക്കുന്നവരെ വില കുറച്ച് കാണുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണത ചില തത്വചിന്തകൾക്കുണ്ട്, ചില ആളുകൾക്ക് ഉണ്ട് എന്നത് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും വിശേഷതയുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കുന്നത് എന്തോ ഗൗരവമുള്ള ഒരു തെറ്റാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിന് രണ്ടിനും അനുവാദമുണ്ട്. നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോകാം, ആ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം. മാംസം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മാംസം കഴിക്കുന്നവരെ അവർ പാപം ചെയ്യുന്നു, പാതകം ചെയ്യുന്നു എന്ന നിലയിൽ കാണേണ്ട ആവശ്യവും നമുക്കില്ല. ദൈവം ലീഗലി സാങ്ഷൻ ചെയ്തിരിക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ മാംസാഹാരം എന്നത്. അങ്ങനെ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ മാംസാഹാരം കഴിക്കരുത് എന്ന് പറയാനായിട്ട് ആർക്കും അനുവാദമില്ല. നമ്മളും അതിനെ മോശമായിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. അതുകൂടി നമുക്ക് ഈ വേദഭാഗത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ ദൈവം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുമ്പോൾ അതിൻ്റെ രക്തം കഴിക്കരുത് എന്നുകൂടി ദൈവം അവിടെ പറയുന്നുണ്ട്. 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രക്തത്തോടു കൂടെ മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അവിടെ ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടി. ഒരു ജീവിയുടെ പ്രാണൻ, അതിൻ്റെ ജീവൻ അതിൻ്റെ രക്തത്തിലാണ് നിലനിൽക്കുന്നത് എന്ന വചനത്തിൽ സൂചനകളുണ്ട്. അഥവാ രക്തം പോയാൽ അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടും. ജീവൻ്റെ പ്രതീകമാണ് രക്തം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജീവനിരിക്കുന്ന അല്ലെങ്കിൽ ജീവൻ്റെ പ്രതീകമായ രക്തം ആഹാരമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് അനുവാദം ദൈവം തന്നിട്ടില്ല എന്ന് കാണുന്നത്. രക്തത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം വീണ്ടും വ്യക്തമാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഈ രക്തം കഴിക്കരുത്. കാരണം ആ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് രക്തമാണ്, രക്തം ചിന്താതെ പാപത്തിന് മോചനമില്ല എന്നൊരു പ്രമാണം ദൈവം പറയുന്നുണ്ട്. ഈ മാംസം കഴിക്കുവാനായിട്ട് അനുവാദം കൊടുക്കുന്ന ദൈവം അവിടെ തന്നെ രക്തം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രാണനാകുന്ന രക്തത്തോടു കൂടി മാംസം കഴിക്കരുത് എന്ന് ദൈവം 4-ാമത്തെ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആവർത്തിച്ച് ഈ രക്തവും ജീവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 350-ലധികം വചനങ്ങൾ ഇത്തരത്തിൽ രക്തത്തെ സംബന്ധിച്ച് പറയുന്ന വചനങ്ങളായിട്ട് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ ഇവിടെയൊക്കെ ദൈവം പറയുന്നത്, ഈ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ പാപമോചനത്തിനായി യാഗമർപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീരേണ്ടത് ഈ ജീവൻ ഇരിക്കുന്ന രക്തമാണ്. അതിൻ്റെ കാരണം പാപം ചെയ്യുന്നവൻ മരിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അപ്പോൾ ഒരു ജീവിയുടെ, ഒരു മൃഗത്തിൻ്റെ രക്തം ഒഴുക്കപ്പെടുമ്പോൾ ആ മൃഗം രക്തം ചിന്തി മരിക്കുമ്പോൾ ഒരു പാപിക്ക് പകരം നടക്കുന്ന മരണമായി, പാപിയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഉള്ള മരണമായി ദൈവം അതിനെ കണക്കാക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ രക്തം എന്നത് പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി ദൈവം തന്നിരിക്കുന്ന ഒരു ഉപാധിയാണ് എന്നുള്ള കാര്യം. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമായി തീരുന്നത്. അതാണ് നമ്മൾ ലേവ്യ പുസ്തകത്തിലെ 17-11 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ കാരണത്താൽ രക്തം കഴിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. കാരണം രക്തത്തിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ രക്തം ജീവന്റെ പ്രതീകമാണ്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോഴും ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ രക്തം കഴിക്കുവാനായിട്ടുള്ള അനുവാദം ദൈവത്തിൻ്റെ വചനം നൽകുന്നില്ല. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല പുതിയ നിയമ ക്രിസ്ത്യാനി, പുതിയ നിയമ വിശ്വാസി. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ 4 കാര്യങ്ങളാണ് നിഷിദ്ധമാക്കിയിരിക്കുന്നത്: ദുർനടപ്പ്, വിഗ്രഹാരാധന, ശ്വാസം മുട്ടിച്ചത്തത്, അതുപോലെ രക്തം. ഈ 4 കാര്യങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നിഷിദ്ധമാക്കിയിരുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിലും പുതിയ നിയമ വിശ്വാസികൾക്കും ബാധകമായിട്ടുള്ള പ്രമാണങ്ങളായിട്ട് അവിടെ അപ്പോസ്തലന്മാർ നിശ്ചയിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുതിയ നിയമ ക്രിസ്ത്യാനികൾക്കും പഴയ നിയമ വിശ്വാസികൾക്കും മൃഗങ്ങളുടെ മാംസം കഴിക്കാനുള്ള അനുവാദമുള്ളപ്പോൾ തന്നെ അതിൻ്റെ രക്തം ഭക്ഷിക്കാനായിട്ടുള്ള അനുവാദം ദൈവം നൽകുന്നില്ല. കാരണം രക്തം ജീവൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ജീവൻ ഭക്ഷിക്കാനായിട്ട് നമുക്ക് അനുവാദം ഇല്ല എന്നുള്ളതാണ്. ഈ വേദഭാഗത്തിൽ നമ്മൾ കണ്ടത് ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമാണ്. ഏത് യുഗം അവസാനിക്കുന്നത് മനുഷ്യൻ്റെ പരാജയത്തോടു കൂടിയാണ്. എന്നാൽ ദൈവരാജ്യം എന്ന പരിപാടി പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. അവിടെ ദൈവം പുതിയ പുതിയ പ്രമാണങ്ങൾ നൽകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെയും നോഹയ്ക്കും കുടുംബത്തിനും അതുവരെ ഇല്ലാതിരുന്ന ചില നിർദ്ദേശങ്ങളും അതുവരെ ഇല്ലാതിരുന്ന ചില അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പഠനവും നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.